ഹായ് ഫ്രണ്ട്സ്, അഡീനെ ഹബിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഓർക്കിഡ് കളക്ഷനാണ്. ഇത് ഡെൻഡ്രോബിയം ഓർക്കിഡാണ്. കുറച്ച് ഓർക്കിഡുകൾ മാത്രമേ എനിക്കുള്ളൂ. ഇതെല്ലാമാണ്. ഇപ്പോൾ നല്ല ചൂട് സമയമാണ്. നമ്മുടെ ഓർക്കിഡുകൾക്കെല്ലാം ഓവറായിട്ട് ചൂട് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓർക്കിഡിനെ തണുപ്പിക്കാൻ നമുക്ക് ഏത് ജ്യൂസ് കൊടുക്കാമെന്ന് നോക്കാം. നല്ല ഒരു ജ്യൂസാണ് ഞാനിവിടെ കൊടുക്കുന്നത്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഏതാണെന്ന്. വളർച്ചയ്ക്കും പൂക്കളുണ്ടാവാനും തണുപ്പിനും എല്ലാം നല്ലൊരു ജ്യൂസാണ്. നമുക്ക് ആ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ എൻ്റെ ഓർക്കിഡുകൾക്ക് കെമിക്കൽ വളങ്ങളൊന്നും കൊടുക്കാറില്ല. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മുരിങ്ങയില ജ്യൂസ്, കൊന്ന ഇലയുടെ ജ്യൂസ്, പിന്നെ ഇന്നിപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ജ്യൂസ്, ഇങ്ങനെയുള്ള വളങ്ങളാണ് ഞാൻ ഓർക്കിഡുകൾക്ക് കൊടുക്കുന്നത്. പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന വളങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാറില്ല. എൻ്റെ ഓർക്കിഡിൽ നല്ല രീതിയിൽ പൂക്കൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് 1 വർഷം പോലും ആയിട്ടില്ല. ഈ ഓർക്കിഡുകളെല്ലാം ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ചെറിയ തൈയായിരുന്നു. എല്ലാത്തിലും പൂക്കളും മുട്ടുകളും തന്നെ വന്നിട്ടുണ്ട്. ഈ ഓർക്കിഡിലും മുട്ട് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് ഹൈറ്റിൽ പോയ ഒരു ഓർക്കിഡാണ്. എല്ലാത്തിലും മുട്ടുകൾ വന്നിട്ടുണ്ട്. ഇത് ഒരു ഡാൻസിങ് ഗേളാണ്. ഇത് നിറയെ പൂക്കുന്ന ഒരു ഓർക്കിഡാണ്. ഇപ്പോൾ ഇതിന് മുട്ടുകളൊന്നും വന്നിട്ടില്ല. നേരത്തെ ഇതിന് ശരിക്കും പൂക്കളുണ്ടായിരുന്നു. നല്ല കുലകുലകളായിട്ട് പൂക്കുന്ന ഒരു ഓർക്കിഡാണ് ഡാൻസിങ് ഗേള്. ഇത് ഞാൻ 2 മാസം മുമ്പ് എടുത്തു വെച്ച വീഡിയോയാണ്. പൂക്കളുണ്ടായിരുന്ന സമയത്ത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ. അപ്പോൾ നമുക്ക് ഓർക്കിഡ് തണുപ്പിക്കാൻ കൊടുക്കുന്ന ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അലോവേരയാണ്, കറ്റാർ വാഴ. അത് ഇതുപോലെ എടുത്ത് ഒരു 2-3 തണ്ട് എടുത്ത് ഇതുപോലെ അരിഞ്ഞെടുക്കണം. ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്ത് ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ടും ഇതുപോലെ ഇളക്കിയെടുത്തിട്ട് അതിൻ്റെ തൊലിയൊന്നും കളയണ്ട, ഫുള്ളെടുത്ത് എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിൽ വാരിയിട്ട് ഇതുപോലെ അടിച്ചെടുക്കണം. അടിച്ചെടുത്ത് ഇതുപോലെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളം ചേർക്കാതെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇതെടുത്ത് 1 ലിറ്റർ വെള്ളം കൂടി ഇതിൽ ചേർത്തതിന് ശേഷം ഇതുപോലെ ഒരു പഴയ തോർത്തെടുത്ത് ഒരു ബക്കറ്റിനകത്തിട്ട് ഇതുപോലെ അരിച്ചെടുക്കണം. മൊത്തത്തിൽ ഇങ്ങനെ നല്ലവണ്ണം അരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നല്ലവണ്ണം പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതിൽ വരുന്ന കൊത്ത് വേറെ ഏതെങ്കിലും ചെടിയുടെ മൂട്ടിലിട്ട് കൊടുക്കാം. ഇതൊരു 1 ലിറ്റർ വെള്ളം മാത്രമേ കൊടുത്ത് നമ്മൾ അരിച്ചെടുത്തിട്ടുള്ളായിരുന്നു. അതിൽ 4 ഇരട്ടി വെള്ളം കൂടി ചേർക്കണം. ചേർത്തതിന് ശേഷം ഇതുപോലെ ഓർക്കിഡ് എടുത്ത് ചട്ടിയോടെ ഈ വെള്ളത്തിൽ താഴ്ത്തി മുക്കി വയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ വേരുകളിലും എല്ലാം ഇതുപോലെ ഈ ജ്യൂസിൻ്റെ ഗുണങ്ങളും തണുപ്പും എല്ലാം കിട്ടും. ഇതിൻ്റെ മുകളിൽ ഞാൻ ഈ തൊണ്ട് വെച്ചേക്കുന്നത് ഇപ്പോൾ ഈ വെയിൽ കൂടുതലായതുകൊണ്ട് ആദ്യം കരിക്കട്ടയിൽ മാത്രമാണ് നട്ടു വെച്ചേക്കുന്നത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ 2 തുണ്ട് കഷ്ണം ചകിരി വെച്ചിരിക്കുകയാണ്, അതിൻ്റെ വേരുകൾ ഉണങ്ങാതിരിക്കാൻ വേണ്ടി. എല്ലാ ഓർക്കിഡിൻ്റെ മുകൾ ഭാഗത്തും ഇതുപോലെ 2-3 ചകിരിയും തൊണ്ടോടുകൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മഴക്കാലമാകുമ്പോൾ ഞാൻ ഈ തൊണ്ട് എടുത്ത് മാറ്റും. എല്ലാം ഇതുപോലെ മുക്കിയെടുക്കാം. എല്ലാ ഓർക്കിഡുകളും ഇതുപോലെ വെള്ളത്തിൽ താഴ്ത്തി 1 മിനിറ്റ് വെച്ച് ഇതുപോലെ നമുക്കെടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരുന്നതിൽ നിന്നും 1 ലിറ്റർ വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ഒന്നും കൂടി ഈ അരിപ്പിൽ അരിച്ചെടുക്കണം. ഇത് നമ്മൾ സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് സ്പ്രേ ചെയ്യാനാണ് ഇതിൻ്റെ ഇലകളിൽ. എന്നിട്ട് ഇതിൻ്റെ ഇലകളിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇലകളുടെ അടിഭാഗത്ത് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. ഇലകളുടെ അടിഭാഗത്താണ് ഇതിൻ്റെ വളങ്ങളെല്ലാം പിടിച്ച് എടുക്കുന്നത്. എല്ലാ ഓർക്കിഡുകൾക്കും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. എൻ്റെ ഓർക്കിഡുകൾക്ക് ഞാൻ കൊടുക്കുന്ന വളങ്ങൾ ഈ കറ്റാർ വാഴ ജ്യൂസ് കൊടുക്കും, പിന്നെ മുരിങ്ങയില ജ്യൂസ് കൊടുക്കും, കൊന്നയില ജ്യൂസ് കൊടുക്കും, പിന്നെ തേങ്ങാ വെള്ളം പുളിപ്പിച്ചത് കൊടുക്കും. ഇതൊക്കെ ഞാൻ ഒരാഴ്ച കൂടുമ്പോൾ മാറി മാറി കൊടുക്കാറുണ്ട്. വേറെ കെമിക്കൽ വളങ്ങളൊന്നും കൊടുക്കാറില്ല. 1 മാസത്തിൽ 2 പ്രാവശ്യം സാഫ് ഒന്ന് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ പഴത്തൊലിയും ഉള്ളിത്തൊലിയും വെള്ളത്തിലിട്ട് 2-3 ദിവസം വെച്ചിട്ട് അത് പിഴിഞ്ഞ് അരിച്ചെടുത്ത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കും. മഴക്കാലത്ത് ഈ വളങ്ങളൊന്നും ഞാൻ കൊടുക്കാറില്ല. അപ്പോൾ സാഫ് മാത്രം 2
മാസത്തിൽ ഒരു 2 പ്രാവശ്യം വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കൊടുക്കുന്ന വളങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. ടാറ്റാ.